നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് വൻ മുന്നേറ്റം. വോട്ടെടുപ്പ് നടന്ന 13 സീറ്റുകളിൽ 10 പ്രതിപക്ഷ സഖ്യത്തിന് നേട്ടമുണ്ടായി. കോൺഗ്രസും തൃണമൂലും 4 വീതം ജയിച്ചു. മോദി സർക്കാരിന്റെ മുഖത്തേറ്റ അടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വന്ന ഉപതെരഞ്ഞെടുപ്പിലും ഇന്ത്യ മുന്നണിക്ക് വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കാനായി. പഞ്ചാബ് ജലന്ധറിൽ ആം ആദ്മി സ്ഥാനാർത്ഥി മോഹിന്ദർ ഭഗത് 30,000-ന് മുകളിൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ഹിമാചൽ പ്രദേശിൽ 2 കോൺഗ്രസ് വിജയിച്ചു. ദെഹ്റയിൽ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ ഭാര്യ കമലേഷ് താക്കൂർ 9,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലും നലഗഡിൽ 8,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഹർജിത് സിംഗ് ബാവയുമാണ് വിജയിച്ചത്. ഉത്തരാഖണ്ഡിലെ BJP ആധിപത്യമുള്ള ബദ്രിനാഥിലും മംഗളൂരിലും കോൺഗ്രസ് ജയിച്ചു. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഹിമാചൽ പ്രദേശിലെ ഹമീർപൂരിലും മധ്യപ്രദേശിലെ അമർവാരയിലും BJP വിജയിച്ചു. പശ്ചിമബംഗാളിലെ 4 സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസും തമിഴ്നാട്ടിൽ 1 സീറ്റിൽ DMKയും ബീഹാറിലെ 1 സീറ്റിൽ സ്വതന്ത്രനുമാണ് വിജയിച്ചത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. BJPയുടെ ശക്തി കേന്ദ്രങ്ങളായി അവർ പറയുന്ന ഉത്തരാഖണ്ഡിൽ 2 ഉപതെരഞ്ഞെടുപ്പിൽ 2 സീറ്റിലും ഹിമാചലിൽ 3 നടന്നിടത്ത് 2 സീറ്റിലും കോൺഗ്രസ് പാർട്ടി വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ ജനത BJPക്കെതിരെ നടത്തിയ ശക്തമായ വിധിയെഴുത്താണ് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇത് മോദി സർക്കാരിൻ്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം. BJP വിജയിച്ച 2 പാർട്ടിക്ക് വലിയ ഭൂരിപക്ഷം നേടാനായില്ല. 13 സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 10 പ്രതിപക്ഷ കൂട്ടായ്മ വിജയം നേടിയത്. 24 ഡൽഹി.